ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിട്ടോ മുസ്ലിം ലീഗുമായിട്ടോ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ആര് കണക്കാക്കുകയോ വിചാരിക്കുകയോ വേണ്ട. മുസ്ലിം ലീഗില് എന്നെ ജനിച്ചിനെ ലീഗായിട്ട് ജനിച്ചിനെ തന്നെ ലീഗായിട്ട് ചില ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ വാഫി വഫിയാന്റെ ആളുകളാണ്. ഈ ഇന്നത്തെ എല്ലാ ഫസാദ് ഫിത്നകളുടെ യഥാർത്ഥ ഉറവിടം ഈ വാഫി വഫിയ എന്ന് പറയുന്ന ആ സംവിധാനത്തിന്റെ ആളുകളാണ്. വാഫി വഫിയ എന്ന് പറഞ്ഞാല് വഹാബിയത്തിലേക്ക് ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പരിപാടി. അതിന് സമസ്ത തീരുമാനമെടുത്തിട്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ കുറെ ആളാണ്. അത് സുന്നത്ത് ജമാഅത്തിന് എങ്ങനെ തക്കം കിട്ടുന്നുവോ ആ തക്കം കിട്ടുന്നിടത്ത് ഇകഴ്ത്തുക, പരിഹസിക്കുക, അതിനൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വിധേയരാവാതെ സമസ്തയെ ഇങ്ങനെ എല്ലാ സമയത്തും കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക, സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് സുന്നത്ത് ജമാഅത്തിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല. അത് വലിയ ദോഷങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കും. നേരത്തെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് നല്ലോണം ബാധിച്ചുകൊണ്ടിരുന്ന പല ആളുകളും ഭൗതികമായ പല സുഖങ്ങൾ കിട്ടിയപ്പോ ആ സുഖത്തിൽ ലയിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മറന്നിട്ട് ഉറങ്ങിക്കിടക്കണം. ആ ഉറങ്ങിക്കിടക്കല് ഒരിക്കലും തന്നെ സമസ്തയുടെ അനുയായികൾക്ക് ഉണ്ടാവുകയില്ല. അവര് എക്കാലവും എന്ത് ചെയ്യും? സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അരസുന്നിയും മുക്കാസുന്നിയും കാസുന്നിയും അങ്ങനത്തെ പരിപാടിക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ പ്രവർത്തകന്മാരെ നമുക്ക് അങ്ങനത്തെ ആളുകളെ ആവശ്യമില്ല. ഇവിടെ അവര് പോകുന്ന വഴിക്ക് പോയിക്കൊള്ളുക. മടവൂരിനെ കാണുമ്പോൾ ഓനക്കൊരു സ്വീകരണം കൊടുക്കുന്ന, മറ്റവനെ കാണുമ്പോൾ ഓൻ്റെ മുമ്പിൽ ഒന്ന് തിരയുന്ന, ഇങ്ങനെ തിരയുന്ന പ്രവർത്തനങ്ങൾ നമ്മളോട് യോജിച്ചതല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോട് യോജിച്ചതല്ല. സമസ്ത അതിൻ്റെ പ്രഖ്യാപിത നയം തന്നെ പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടി അത് സമസ്തക്കില്ല. സമസ്തയുടെ നേതാക്കളും പ്രവർത്തകന്മാരും അവരുടെ ഇഷ്ടം പോലെ പരിശുദ്ധ ദീനിനെതിരല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ അവർ അംഗമാവുകയോ ആവാതിരിക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ അനുഭാവികളാകും. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു സമസ്തയുടെ 70-ാം വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. സമസ്ത എന്നുള്ളതൊരു പാർട്ടിയോ സംഘടനയോ ഗ്രൂപ്പോ ഒന്നുമല്ല. അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപമാണ്. പിന്നെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു സംഘടിതമായ കാര്യങ്ങൾ ആവശ്യമാണ്. രജിസ്ട്രേഷനുകളും മറ്റു സൗകര്യങ്ങളൊക്കെ വേണമല്ലോ. അള്ളാഹിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞിട്ട് സമ്മേളനം നടത്താൻ നമുക്കൊരു പെർമിഷൻ കിട്ടില്ല. അതൊരു ലെറ്റർ ഹെഡിൽ അതിൻ്റെ സംഘടനാ രൂപത്തിൽ തന്നെ പോകേണ്ടി വരും. അതിനുവേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നിലയിൽ ഒരു സംഘടന രൂപീകരിച്ചു എന്നല്ലാതെ ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപമാണ്. ആ യഥാർത്ഥ രൂപത്തിന് കത്തിവെക്കാൻ എക്കാലവും ഇവിടെ ആളുകളുണ്ടായിട്ടുണ്ട്. ചിലർക്കൊക്കെ നമ്മൾ സാധാരണ പ്രവർത്തകന്മാർക്ക് ചില വിഷമം പറയലുണ്ട്. സമസ്തയിലെ പ്രശ്നം വേറെ ചില ആളുകൾ കണ്ട അവർ കോടി കണക്കിൻ്റെ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ലയിച്ച് അവരിങ്ങനെ മത്ത് പിടിച്ച് നടക്കണം. ഒരിക്കൊന്നും ഒരു പ്രശ്നമില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ എന്താ പറഞ്ഞു? നമ്മളുള്ള ഖുർആൻ ഓതുന്ന ആൾക്കാരല്ല. ഞാൻ ഏടെ ആളെ പഴപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പറഞ്ഞത്, ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ വന്നിരിക്കും, അതിലൂടെ പോകുന്ന ആളെ തെറ്റിക്കാൻ വേണ്ടി. മറ്റതൊക്കെ നമ്മളെ സ്വന്തം ആളല്ല, പിന്നെ ഞാനവിടെ പോയിട്ട് കുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? അവർ നമ്മളും ബായി അല്ലേ. പിന്നെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ അവിടെ ആവശ്യമില്ല. എൻ്റെ പ്രവർത്തനം നടത്തേണ്ടത് എവിടെയാണ്? ഖുർആനല്ലേ പറഞ്ഞത്, സത്യം ചെയ്ത് പറഞ്ഞതല്ലേ ഇബ്ലീസ്, ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞ പോലെ ഓരോരോ കാര്യങ്ങൾ ദീനിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്ന ഈ സമസ്തയിൽ എക്കാലവും ഉണ്ടാകും. അക്കാലത്തൊക്കെ ശുദ്ധി കലശങ്ങൾ അനിവാര്യമായിട്ട് വരികയും ചെയ്യും. അങ്ങനെ ചില സന്ദർഭത്തിൽ പുറത്തു പോയവർ ശുദ്ധിയായി തിരിച്ചു വന്നവരുണ്ട്. ചിലരാ പോയ വഴിക്കന്നെ അങ്ങോട്ട് പോയവരും ഉണ്ടാവും. അങ്ങനെ പല രൂപം ഉണ്ടാവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം,
സമസ്തയുടെ പരിപാടികൾ, സമസ്തയുടെ മഹല്ലുകൾ, അതിലൊക്കെ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളെയും ആളുകളെയും മാത്രമേ അവിടുത്തെ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പാടുള്ളൂ. അരസുന്നി എന്ന് പറയുന്നവനെ കൊണ്ടുവരാൻ പാടില്ല. ഈ അരസുന്നി ഉണ്ടല്ലോ, അരസുന്നിൻ്റെ ആവശ്യം നമ്മൾക്കല്ല, മുഴുസുന്നിയെ നമ്മൾക്ക് ആവശ്യമുള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പം പലരും പ്രവർത്തിക്കുന്നുണ്ട്. ചിലർ ഷെയ്വ് ചെയ്യാണ്. ഷെയ്വ് എന്താ ഷെയ്വ് ചെയ്യേണ്ടത്? നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാക്കൾക്കെതിരെയും സമസ്തക്കെതിരെയും പ്രവർത്തിക്കുകയും നിരന്തരം അതിനെതിരായിട്ട് വാട്സപ്പിൽ മറ്റു വഴികളിൽ കൂടി അവരുടെ കമാൻഡുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളെ നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും അവരെ നമ്മൾ ദൂരത്താക്കുകയും ചെയ്യണം. അത്തരം അരസുന്നികളായ ആളുകൾ അവർ എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾക്കത് ആവശ്യമില്ല. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ദീനിന് ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്ന എത്രയോ മഹാന്മാരിവിടെയുണ്ട്. അത് മതി. സമസ്ത അതിൻ്റെ പ്രഖ്യാപിത നയം തന്നെ പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടി അത് സമസ്തക്കില്ല. സമസ്തയുടെ നേതാക്കളും പ്രവർത്തകന്മാരും അവരുടെ ഇഷ്ടം പോലെ പരിശുദ്ധ ദീനിനെതിരല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ അവർ അംഗമാവുകയോ ആവാതിരിക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ അനുഭാവികളാകും. സുന്നിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറയുന്ന അർത്ഥം കമ്മ്യൂണിസ്റ്റിൻ്റെ ആശയങ്ങളും തത്വങ്ങളും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ജീവിക്കുക എന്നുള്ള, അതൊരിക്കലും പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പ്രവർത്തനം, ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ കുറേ കാലം ജമാഅത്ത് ബസ് ഉണ്ടായിരുന്നത് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയം എന്തെങ്കിലും ഉണ്ടോ? ഒരാശയമില്ല അയാൾക്ക്. അയാളിങ്ങനെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിൽ കൂടി, അത്രയേ ഉള്ളൂ. അയാൾ ആശയമില്ലാതെ ഈ വേനൽ ശക്തിപ്പെടുമ്പോൾ അയാൾ എന്നോട്ട് വന്നിട്ട് പറയും, ഒത്തുവേല് മയക്ക് വേണ്ടി ദ്വാരക്കണം. കമ്മ്യൂണിസ്റ്റുകാരനെ ഏതായാലും ദ്വാരക്കാൻ പറയില്ലല്ലോ കൊത്തുവേല്. ബാക്കി എല്ലാവരും പറയുന്നതിന് മുന്നേ ആദ്യം വന്ന് പറയലാണ് കൊത്തുവേല് മയക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അപ്പോൾ അതിപ്പം നമ്മൾ പണ്ടേ പിന്നെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമ്മളെല്ലാവരും സഹകരിക്കുന്നുണ്ടല്ലോ. ആ സഹകരണം എപ്പോഴും ഉണ്ടല്ലോ. പണ്ട് നമ്മൾ മന്ത്രിയായിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ CPI എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ, അതിൻ്റെ കൂടെ നമ്മൾ കൂടിയിട്ടുണ്ട്. MP രാഘവന് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്, അതിൻ്റെ ഐനുസാത്ത് എന്ന് പറയുന്ന മാഹിയത്തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ, അയാളെ കൂടി നമ്മൾ കൂടിയിട്ടുണ്ട്. അതിലെന്താ പ്രശ്നമുള്ളത്? നമ്മൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ട് നമ്മളെ കൂടെ ഒരു RMP അല്ല, അതിപ്പോഴും ഉണ്ടല്ലോ. അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് തന്നെയല്ലേ, കമ്മ്യൂണിസ്റ്റുകാരനല്ലേ. അപ്പം ഇങ്ങനെയുള്ള അത് സാധാരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. പുതിയൊരു കാര്യമൊന്നുമല്ല. അതിനെ വലിയ പർവ്വതീകരിച്ചിട്ട് സമസ്തയിലെന്തോ കുഴപ്പം, ലീഗും സമസ്തയും തെറ്റുന്നു എന്ന നിലയിലുള്ള പ്രചരണം ശരിയല്ല. അങ്ങനെ ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത മെമ്പറാണ്. നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. മെമ്പർഷിപ്പ് എടുത്ത മെമ്പറാണ്. നമ്മൾ ഇതുവരെ പിന്നെ വോട്ട് ചെയ്യൽ പിന്നെ അങ്ങനെ തന്നെ, അത് നമ്മൾ അങ്ങനെ ശീലിച്ച് വന്ന് പിന്നെ എന്നല്ലാതെ കണ്ട് പിന്നെ മറ്റൊന്നും അതിലില്ല. അപ്പോൾ ഇതിന് തമ്മിൽ തെറ്റിച്ച് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അതിൽ നിന്ന് ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ആ കാര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മളൊക്കെ ഖൽബ് വിശാലമായിരിക്കണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. നമ്മുടെ ഹൃദയത്തിന് വിശാലമായിട്ട് ചിന്തിക്കാനും എല്ലാം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. ഹൃദയം കല്ലാകാൻ പാടില്ല. കല്ലായിപ്പോയാൽ കണിഞ്ഞു അല്ല, ഹൃദയം കല്ലായിപ്പോയാൽ കണിഞ്ഞു. അതുകൊണ്ട് ആ വിശാല മനസ്സോടുകൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സമസ്തയുടെ കീഴിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദീനിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നമ്മൾ നടത്തണം. ഞമ്മോ അരസുന്നിയും മുക്കാസുന്നിയും കാസുന്നിയും അങ്ങനത്തെ പരിപാടിക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ പ്രവർത്തകന്മാരെ നമുക്ക് അങ്ങനത്തെ ആളുകളെ ആവശ്യമില്ല. ഇവിടെ അവർ പോകുന്ന വഴിക്ക് പോയിക്കൊള്ളുക. അവർ പോകുന്ന മടവൂരിനെ കാണുമ്പോൾ ഓനക്കൊരു സ്വീകരണം കൊടുക്കുന്ന, മറ്റവനെ കാണുമ്പോൾ ഓൻ്റെ മുമ്പിൽ ഒന്ന് തിരയുന്ന, ഇങ്ങനെ ഞെരങ്ങി തിരയുന്ന പിന്നെ പ്രവർത്തനങ്ങൾ
നമ്മളോട് യോജിച്ചതല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളോട് യോജിച്ചതല്ല. സുന്നത്ത് ജമാഅത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ എത്ര കഠിനാധ്വാനമാണ് ഈ സമസ്തക്ക് വേണ്ടിയിട്ടും സുന്നത്ത് ജമാഅത്തിന് നമ്മുടെ ഈ ഭാഗങ്ങളിൽ ചെയ്തത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ നീട്ടുന്നില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനായി, സമസ്തൻ്റെ പ്രവർത്തകനായി ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.